ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയായി മാറിയ ആൾ. അദ്ദേഹം AICCയുടെ മെമ്പറായിരുന്നു. റായ്ബറേലിയിൽ നിന്ന് ആദ്യം ജയിച്ച കോൺഗ്രസ് MP ആയിരുന്നു. അതുകൂടാതെ ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയൊക്കെ പ്രതിയായ നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ ആദ്യത്തെ MDയുമായിരുന്നു, ഡയറക്ടറുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശവകുടീരം ദില്ലിയിൽ എവിടെയോ ഉണ്ട്, അനാഥമായി കിടക്കുകയാണ്. ആ ചരമവാർഷികം 2-3 മാസം മുമ്പായിരുന്നു. അന്ന് നമ്മളൊരു വീഡിയോ ചെയ്തു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്ന് അവിടെ പോയി ഒരാദരാഞ്ജലി അർപ്പിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്തത്. കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കാനില്ലാത്ത പഴയ കോൺഗ്രസ് നേതാവാണ് ഫിറോസ് ഗാന്ധി, പിന്നീട് ഗാന്ധി എന്ന് പേര് മാറ്റപ്പെട്ട ആൾ. അപ്പോൾ ഇയാളെക്കുറിച്ച്, ഇദ്ദേഹത്തെക്കുറിച്ച് രാഹുലും കുടുംബമൊന്നും പറയില്ല, കോൺഗ്രസ്സുകാർ പറയില്ല, കാര്യമായി ജനങ്ങൾക്കൊന്നും അറിയില്ല. ആരായിരുന്നു ഫിറോസ് ഗാന്ധി? ഇയാളുടെ അവസാനം പക്ഷേ അലഹാബാദിലെ ഒരു പാഴ്സി സിമെട്രിയിലാണ് കേട്ടോ. ഇയാൾ പാഴ്സിയാണ്. ഈ പറഞ്ഞ പോലെ ഗണ്ഡി എന്ന് തന്നെയാണ് പേരിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അലഹാബാദിലുള്ളപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ നെഹ്റു കുടുംബം വഹിക്കുന്ന പങ്കൊക്കെ കണ്ടിട്ട് നെഹ്റു കുടുംബത്തോട് വലിയ ആവേശം തോന്നിയിട്ട് ഈ ഒരു സമരത്തിനിടയ്ക്കാണ് കമലാ നെഹ്റുവായിട്ട് വലിയ അടുപ്പമായിരുന്നു. അവർക്ക് അസുഖമായതുകൊണ്ട് അവരുടെ സഹായിയായിട്ട് ഇയാൾ കൂടി. അത് ഇയാളുടെ കുടുംബത്തിലെ ആളുകൾക്ക് ഇഷ്ടമൊന്നുമല്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇയാൾ പേര് മഹാത്മാഗാന്ധിയുടെ 2ാം ഭാഗം എടുത്ത് ആ കഥ പറഞ്ഞു കേട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ കമലാ നെഹ്റു ഒക്കെ പങ്കെടുക്കുന്നൊരു സമരം ഉണ്ടായിരുന്നു. സമരത്തിന് കമലാ നെഹ്റുവിൻ്റെ കൂടെ ഇന്ദിര ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ റോഡിൽ ഈ വെയിലത്തിരുന്ന് സമരത്തിൽ പങ്കെടുക്കുമ്പോൾ കമലാ നെഹ്റുവിന് ഒരു മഹാലസ്യം ഉണ്ടായി, ബോധക്കേടുണ്ടായി. അപ്പോൾ വന്ന് താങ്ങിയെടുത്തത് ഫിറോസ് ഗാന്ധിയാണ്. അങ്ങനെയാണ് പരിചയം ആരംഭിക്കുന്നത്. അതെ, അത് കഴിഞ്ഞ് സ്ഥിരമായിട്ട് വീട്ടിൽ പോകും. ഇവർക്ക് വേറെ ആരും കൂട്ടില്ലാത്തത് കൊണ്ട് ഇവരുടെ കൂട്ടത്തിൽ എപ്പോഴും ഇയാളുണ്ടാവും. പിന്നെ ചികിത്സയ്ക്ക് ഇപ്പോൾ ജനീവയിലൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഉണ്ടല്ലോ കമലാ നെഹ്റുവിനെ. അപ്പോൾ കമലാ നെഹ്റുവിൻ്റെ ഒരു സഹായി എന്നുള്ള നിലയ്ക്കാണ് ഇയാൾ വീട്ടിൽ കൂടിയത്. പിന്നെ ഇന്ദിരയ്ക്കൊരു 16 വയസ്സായപ്പോൾ ഇയാൾ പ്രപ്പോസ് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും നെഹ്റുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇന്ദിരയും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഓക്സ്ഫോർഡിൽ പഠിക്കാനായിട്ട് പോയല്ലോ. രണ്ടുപേരും ലണ്ടനിൽ ഉണ്ടായിരുന്ന കാലത്താണ് ഇയാൾ വീണ്ടും ആവുന്നത്. ഇയാൾ ഒരു വലിയ വുമണൈസർ ആണ്. ആയിരുന്നു ആ കാലത്ത്. ധാരാളം കാമുകിമാരും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. പ്രധാനമായിട്ടും ഈ താരകേശ്വരി സിൻഹ, സുഭദ്ര ജോഷി. ഈ ഇന്ദിരാഗാന്ധി അല്ലാതെ തന്നെ ഒരു മുസ്ലിം, അലഹാബാദിലൊരു മുസ്ലിം യുവതിയെ കല്യാണം കഴിക്കണം എന്നുണ്ടായിരുന്നു ഇയാൾക്ക്. അതുകൊണ്ട് ഡിവോഴ്സ് ചോദിച്ചിരുന്നു. അത് നെഹ്റു സമ്മതിച്ചില്ല. ഇന്ദിരാഗാന്ധിയുമായിട്ട് നിയമപരമായി വേർപെടുത്തുക എന്നുള്ള പരിപാടി നെഹ്റു സമ്മതിച്ചില്ല. അപ്പോഴാണ് നെഹ്റു രാംനാഥ് ഗോവിന്ദയോട് പറഞ്ഞിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ജനറൽ മാനേജറായിട്ട് ഡൽഹിയിൽ ഇയാൾക്ക് ജോലി മേടിച്ചു കൊടുത്ത് ഡൽഹിയിൽ തന്നെ പാർക്കണം എന്നുള്ള നിർബന്ധമൊക്കെ കൊണ്ടുവരുന്നതും ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ വീക്കെൻഡ് നമ്മൾ സിൻഡിക്കേറ്റ് തുടങ്ങി ആരോഹണം തുടങ്ങിയിട്ടുള്ള നോവലുകൾ, കഥകളൊക്കെ നോക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ചു വായിക്കുകയാണെങ്കിൽ, ഇന്ന് ഈ ഫിറോസ് ഗാന്ധിയുടെ കഥയൊക്കെ പറഞ്ഞിട്ട് ശരിക്കും നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫിറോസ് ഗാന്ധിയെ താരകേശ്വരി സിൻഹയെ കാണാൻ പറ്റും. ധാരാളമായിട്ട് കാണാൻ പറ്റും ഇവര് രണ്ടുപേരെ. ഈ ഫിറോസ് ഗാന്ധിയെ പറ്റി മുമ്പ് അധികമൊന്നും നമുക്ക് അറിയില്ലെങ്കിലും ഇപ്പോൾ ബെർട്ടിൽ ഫാക്ക് എഴുതിയ ദ ഫൊർഗോട്ടൺ ഗാന്ധി എന്ന് പറഞ്ഞൊരു പുസ്തകം വന്നിട്ടുണ്ട്. കൂമി കപൂറിൻ്റെ ദ ടാറ്റാസ്, ഫ്രെഡി മെർക്കുറി ആൻഡ് അതർ ഭാവാസ് എന്ന് പറഞ്ഞൊരു പുസ്തകം. അതിലുണ്ട് ഫിറോസ് ഗാന്ധിയെ പറ്റി കുറേ കാര്യങ്ങൾ. അങ്ങനെ നമുക്ക് അയാളെപ്പറ്റി ഒരു വ്യക്തി ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ മാത്രം വിവരം ഇപ്പോൾ ഉണ്ട്. വിവാഹത്തിൻ്റെ തുടക്കം മുതൽ പ്രശ്നമായിരുന്നു. ഇന്ദിരാഗാന്ധിക്കാണെങ്കിൽ ഈ കുടുംബ മഹിമ വലിയ വിഷയമായിരുന്നു. അവർ വളരെ റിസർവ്ഡ് ആയിരുന്നൊരു സ്ത്രീയായിരുന്നു. ഈ 16 വയസ്സ് എന്നൊക്കെ പറയുന്ന കാലത്തൊക്കെ. ഇയാൾ അങ്ങനെയല്ല. ഇയാൾ വളരെ ലൗഡായിട്ട് ഫൺ ലവിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇയാൾ. ഇവരുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കഥാപാത്രം ആയിരുന്നു ഫിറോസ് ഗാന്ധി. അപ്പോൾ നെഹ്റു വംശത്തിനെ വലിയ വിസ്മയത്തോടെ കണ്ടിട്ടാണ് എന്നാൽ പിന്നെ അവിടുന്ന് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ പ്രണയമൊക്കെ കെട്ടിപ്പടുക്കുന്നത് ഇന്ദിരയോട്. ഇയാളുടെ ഫിറോസ് ഗാന്ധിയുടെ അമ്മയുടെ സഹോദരി, അമ്മയുടെ പേര് റട്ടി കമ്മിസാറിയറ്റ് എന്നാണ് അമ്മയുടെ പേര്.
അമ്മയുടെ സഹോദരി ഡോക്ടറായിരുന്നു ലേഡി ഡഫറിൻ ഹോസ്പിറ്റലിൽ അലഹാബാദിൽ. അപ്പോൾ ഇവർ മുംബൈയിൽ നിന്ന് ഗുജറാത്തിലാണ് ശരിക്ക് പാഴ്സി കുടുംബത്തിൽ നിന്നാണ് മുംബൈയിലേക്ക് മാറി. മുംബൈയിൽ നിന്നാണ് ഈ അലഹാബാദിലൊക്കെ വരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇയാളുടെ അച്ഛൻ ജഹാംഗീർ നേരത്തെ മരിച്ചുപോയി, മറൈൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ മാതൃ സഹോദരി ഷിറിൻ കമ്മിസാറിയേറ്റ് അലഹാബാദിൽ ഡോക്ടറായിട്ടുള്ളത് കൊണ്ട് ഇങ്ങോട്ട് പോരുകയാണ്. അപ്പോൾ കൂടുതൽ നേരം വളരുന്നതൊക്കെ ഈ മാതൃ സഹോദരി ഷിറിൻ ഇയാളെ ദത്തെടുത്തു, ഫിറോസ് ഗണ്ഡിയെ. അത് ദത്തെടുത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കിംവദന്തി ഉള്ളത് പഞ്ചാബി ആയിട്ടുള്ള ഒരു അലഹാബാദിൽ വളരെ അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനിൽ ഈ ഷിറിന് തന്നെ ഉണ്ടായ കുട്ടിയാണ് ഫിറോസ് എന്ന് പറഞ്ഞു ശക്തമായൊരു കിംവദന്തി അപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിഹിത സന്ധതിയായതുകൊണ്ട് കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാനായിട്ട് വേറെ മാറ്റി വളർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് ദത്തെടുക്കുകയാണ് എന്നൊരു വലിയ ഇതുണ്ട്. അപ്പോൾ ഈ ഫിറോസ് ഗണ്ഡി ഉൾപ്പെടെ 5 കുട്ടികളാണ്. അപ്പോൾ 4 കുട്ടികളുള്ളപ്പോൾ ഈ 5ാമത്തെ കുട്ടിയായിട്ട് ഫിറോസ് ഗണ്ഡിയെ അവർ അവിടെ വളർത്തിക്കൊണ്ടിരുന്നു. പിന്നെ ഇങ്ങോട്ട് ദത്തെടുത്ത് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു വലിയ കിംവദന്തി ആ കൂട്ടത്തിലുണ്ട്. 5ാമത്തെ സന്താനമായിരുന്നു. അപ്പോൾ ഷിറിൻ അവിവാഹിതയായിട്ട് തന്നെയാണ് കഴിഞ്ഞത് പിൽക്കാലത്ത്. അപ്പോൾ ഈ ജഹാംഗീർ അകാല മരണത്തിന് ശേഷം റാട്ടിയും കുട്ടികളും ഈ അധിക നേരം അലഹാബാദിലാണ്. അങ്ങനെയാണ് ഈ നെഹ്റു കുടുംബമായിട്ട് ഇയാൾ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത് ഇങ്ങനെ ചേരുന്നത്. അപ്പോൾ ഫിറോസ് സ്കൂൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ കമലാ നെഹ്റുവിൻ്റെ സഹായിയായിട്ട് കൂടിയിട്ടുണ്ട് ഈ ആനന്ദഭവനിൽ. പാഴ്സി കുടുംബത്തിന് ഇയാളുടെ ഈ സ്വാതന്ത്ര്യ വാഞ്ചയൊന്നും അത്ര പിടിച്ചില്ല ഈ ഷിറിൻ്റെ കുടുംബത്തിന്. കാരണം ഒരു പാഴ്സികൾക്ക് ചേർന്ന പരിപാടി അല്ലല്ലോ ഇവിടുത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത്. ഇയാൾ ഭാവി കളയാണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത്. അപ്പോൾ ഷിറിൻ ഇയാളോട് പറഞ്ഞിരുന്നു, നിന്നെ ലണ്ടനിൽ വിട്ട് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇയാൾ ഈ കമലാ നെഹ്റുവിൻ്റെയൊക്കെ കൂടെ കൂടിയപ്പോൾ നിന്നെ ഞാൻ ഇനി ലണ്ടനിൽ അയക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി മാറ്റാനും ഒക്കെ നോക്കിയിരുന്നു ഈ ഷിറിൻ. ഇന്ദിരയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ ഇന്ദിരയ്ക്ക് എന്ന ധാരാളം ഈ ഇന്ദിരയെ ഇഷ്ടപ്പെടുന്ന ധാരാളം യുവാക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇന്ദിര ഇയാളോട് യെസ് പറയാതിരുന്നതെന്നാണ് ഏത് സെലക്ട് ചെയ്യണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ പറയാതിരുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഒരു പ്രയോറിറ്റി കാണിച്ചില്ല ഇയാളോട്. ആണ് ഇതിൽ അവിടെ നോക്കാം, അതെ നോക്കാന്നുള്ളത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ ഒന്നിച്ച് പഠിക്കുന്ന കാലത്ത് പിന്നെ ഇയാൾ കൂടുതൽ ശ്രമിച്ചു കാണും. കാരണം അയാൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്, ആ വക കാര്യങ്ങളിൽ ഒരുപാട് വിജയിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഫിറോസ് പഠിക്കുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ്, മറ്റൊരു ഓക്സ്ഫോർഡിലും. ആ പ്രണയത്തിൻ്റെ കാര്യം ഇന്ദിരാഗാന്ധി നെഹ്റുവിനോട് പറഞ്ഞില്ല ആ കാലത്ത്. ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ശേഷം പറഞ്ഞപ്പോൾ നെഹ്റുവിന് വലിയ ഷോക്കായിരുന്നു അത്. കാരണം അദ്ദേഹം മതേതരവാദിയുമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് തീരെ പിടിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ മഹിമയ്ക്ക് ചേർന്നതല്ല, പാഴ്സിയാണ്, നമ്മുടെ ഇതിൽപ്പെട്ട ആളല്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഗാന്ധിയെ പോയെന്ന് കാണൂ എന്ന് പറഞ്ഞു ഇന്ദിരയോട്. കാരണം മുമ്പ് നെഹ്റുവിൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ കുഴപ്പങ്ങൾ സംഭവിച്ചപ്പോൾ ആ പ്രണയബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ആളാണ് ഗാന്ധി. ഉദാഹരണത്തിന് വിജയലക്ഷ്മി പണ്ഡിറ്റ് ഒരു മുസ്ലിമിൻ്റെ കൂടെ ഒളിച്ചോടി പോയല്ലോ. അപ്പോൾ ഗാന്ധി വിളിച്ചിട്ടാണ് നീ ഇതിൽ നിന്ന് പിരിയണം, ഒളിച്ചോടി പോയ ശേഷം പിരിയണം എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഒരു പണ്ഡിറ്റിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതുമൊക്കെ ആ കാലത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പണി ഇനിയും ഗാന്ധി ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഗാന്ധിയോട് ഇന്ദിര പറഞ്ഞു, ഞാൻ ഇയാളെ അല്ലാതെ കിട്ടില്ല. അപ്പോൾ ഗാന്ധി കൈവച്ച് അനുഗ്രഹിച്ചു, നന്നായി വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫിറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് കൊണ്ട് മുസ്ലിമാണെന്ന് ആളുകൾ കരുതുകയും ചെയ്യും. ഫിറോസ് ജഹാംഗീർ
അതുകൊണ്ട് അപ്പോൾ അത് നെഹ്റുവിന് ബുദ്ധിമുട്ടായിരുന്നു എന്നാണ് ഈ പുസ്തകത്തിലുള്ളത്. പക്ഷേ ഈ പാഴ്സികൾക്ക് ഈ ഫിറോസ് ജഹാംഗീർ എന്നുള്ള പേരുകൾ വരത്തില്ലല്ലോ. അത് വരേണ്ട കാര്യമില്ല സത്യത്തിൽ. ഫിറോസ് എന്ന് വരേണ്ട കാര്യമില്ല, ജഹാംഗീർ ഒട്ടും വരേണ്ട കാര്യമില്ല. അതാണ് സംശയം. അവിടെ ഒരു കലർപ്പ് വല്ലതും ഉണ്ടോ? അതല്ല, അത് പക്ഷേ അവർ രണ്ടുപേരും പാഴ്സികളൊക്കെ തന്നെയാണ്. ഈ റാട്ടി കമ്മിസാറേറ്റ് എന്നൊക്കെ അവരുടെ പേരിലൊന്നും വലിയ കുഴപ്പമില്ല. ഷിറിൻ എന്നൊക്കെ പറയുന്നതൊക്കെ. ഇയാൾ ചിലപ്പോൾ ഈ മറ്റേ അച്ഛന് ഈ പറഞ്ഞ പോലെ ജഹാംഗീർ എന്ന പേരിൻ്റെ കൂടെ ഉണ്ടല്ലോ. പക്ഷെ അയാളും പാഴ്സിയൊക്കെ തന്നെയാണ്. ആ കൂട്ടത്തിൽ കലർപ്പിളായിട്ട് ഇതുവരെ ഈ പുസ്തകങ്ങളിലൊന്നും കാണുന്നില്ല. കാരണം ഈ പാഴ്സികൾ ഇറാനിൽ പാഴ്സികൾ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളുടെ വലിയ പീഡനം ഏറ്റുവാങ്ങിയവരാണ്. അങ്ങനെയാണ് അവർ ഇന്ത്യയിലേക്ക് ഓടി വന്നത്. പേര് ഒരു കാരണവശാലും അവർ സ്വീകരിക്കില്ല. അപ്പോൾ ഒരു മുസൽമാന്റെ പേര് പാഴ്സി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എനിക്കവിടെ സംശയമുണ്ട്. വിവാഹത്തിൻ്റെ ഈ പേര് എന്തായാലും മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ട് ഒരു വിഷമം കുടുംബത്തിലും ഉണ്ടായിരുന്നു, നെഹ്റുവിനും ഉണ്ടായിരുന്നു എന്ന് ഈ പുസ്തകങ്ങളിലുണ്ട്. മതേതരവാദിയാണല്ലോ അദ്ദേഹം, അപ്പം ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുമ്പോഴും നെഹ്റു ശുഭിതനായിരുന്നു എന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഈ വേണ്ടത്ര പെഡിഗ്രി ഇല്ല, നല്ല കുടുംബമല്ല എന്നുള്ള വിഷമം. പട്ടിക്ക് കൊടുക്കുന്ന ഒരു ബിസ്ക്കറ്റിൻ്റെ പേരല്ലേ? ആ പെഡിഗ്രി ഇല്ല, അത് പട്ടിയുടെ കാര്യത്തിലാണ് കൂടുതലും പറയാറ്. പെഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ കാതറിൻ ഫ്രാങ്ക് എഴുതിയ ഇന്ദിരയുടെ ജീവചരിത്രത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. നെഹ്റുവിന് ഈ പെഡിഗ്രി ഇല്ല എന്നുള്ള ബുദ്ധിമുട്ട്, കുലീന കുടുംബമല്ല എന്നുള്ളത് ഉണ്ടായിരുന്നു. പിന്നെ സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല, വരുമാനമില്ല. എന്തായാലും വിവാഹം വേദവിധി പ്രകാരമായിരുന്നു ഹിന്ദു മതത്തിലെ. നെഹ്റു മതേതരവാദിയാണല്ലോ, അപ്പോൾ അങ്ങനെയായിരുന്നു നടന്നത്. ഈയിടെ കേരളത്തിലെ വലിയ മതേതരവാദിയായ ഒരാളുടെ മകളുടെ കല്യാണം പള്ളിയിലാണത്. പേര് ഞാൻ പറയില്ല, അദ്ദേഹം പാർലമെൻറ്റിലുണ്ട്, പാർട്ടി CPM ആണ്. അതെ ആയിരുന്നു. അദ്ദേഹം മുമ്പ് ചാനലിലും ഒക്കെ ഉണ്ടായിരുന്നു. ഓ, അതെനിക്കറിയില്ല, ഞാൻ പറയൂല. അതെ, നമ്മൾ ചൂണ്ടിക്കാണിക്കണമല്ലോ. അപ്പോൾ ഈ അമ്മ ഒരു കാര്യം പറഞ്ഞു, വേദവിദ്യ പ്രകാരമൊക്കെയാണല്ലോ വിവാഹം. നീ ഒരു കാര്യം ചെയ്യേ, ആ ഖാദി ഷെർവാണിയുടെ അടിയിൽ കുസ്തി ധരിക്കണം എന്ന് പറഞ്ഞു. അതായത് പൂണൂല് ഉണ്ടല്ലോ ഈ ബ്രാഹ്മണർക്ക്, അതുപോലെ ഇവർക്കുള്ളതാണ് ഈ കുസ്തി എന്ന് പറയുന്നത്. ചരട, അത് അരയിൽ കെട്ടുന്നതാണ്. അത് കെട്ടാനായിട്ട് 3 നിര പൂണൂല്, ആദ്യം 3 നിര, വിവാഹം കഴിക്കുമ്പോൾ 6 നിര, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നിയമം. ഇതുപോലെ കുസ്തിക്കും നിയമങ്ങളൊക്കെ ഉണ്ട്. 72 നൂലുകൾ കൊണ്ട് 3 ചരടാക്കുക, അങ്ങനെയൊക്കെ. പുറകിലാണ് കെട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നിയമമൊക്കെ ഉണ്ട്. അവരുടെ ഒരു യജ്ഞോപവീതം എന്ന് കരുതാം. കുസ്തി അത് ധരിപ്പിച്ചു. ഇപ്പോൾ പാഴ്സികളുടെ അത് അയാൾ ചെയ്തു, അങ്ങനെ ചെയ്തു. അയാൾക്ക് ഗീതയൊക്കെ അറിയാമായിരുന്നു, ഭഗവത്ഗീത. ഈ ഹിന്ദി, പാഴ്സിയൊന്നും അറിഞ്ഞുകൂടായിരുന്നു, ഹിന്ദി അറിയാമായിരുന്നു. ഈ പാഴ്സി ആചാരങ്ങളൊന്നും അയാൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലത് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഈ കല്യാണം കഴിഞ്ഞ് താമസിയാതെ ഈ 2 കുട്ടികളൊക്കെ ഉണ്ടായല്ലോ, അത് കഴിഞ്ഞ് താമസിയാതെ അവരകന്നു. ഇന്ദിര ഡൽഹിയിലേക്ക് പോകണമെന്ന് നിർബന്ധിച്ചു നെഹ്റുവിൻ്റെ ഹോസ്റ്റസ് ആയിട്ട് വേണം. പാർട്ടികൾ, വിരുന്നുകളൊക്കെ നടക്കുമല്ലോ. ലക്നൗവിൽ നാഷണൽ ഹെറാൾഡിൽ നേരത്തെ പറഞ്ഞില്ലേ, ഇയാൾ ഡയറക്ടറായിരുന്നു, മാനേജിങ് ഡയറക്ടർ. അപ്പോൾ ലക്നൗവിൽ തന്നെയാണ് ഇയാൾ താമസിക്കാൻ തീരുമാനിച്ചത്. ഇന്ദിര പൊക്കോട്ടെ, ഇയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പോൾ അവിടെ കോഫി ഹൗസുകളിൽ നടക്കുക, ഗോസിപ്പ് നടത്താനൊക്കെ കൂടുക. പിന്നെ ഗാഡ്ജറ്റ്സിലൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അതാണ് സഞ്ജയ് ഗാന്ധിക്ക് പകർന്നു കിട്ടിയിട്ട് ഈ മാരുതി കാർ ഉണ്ടാക്കുന്നതിലൊക്കെ ചെറിയ കാർ ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. ഡൽഹി ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജനറൽ മാനേജറായിട്ട് ഡൽഹിയിലേക്ക് ഇയാളെ കൊണ്ടുപോവുകയും ചെയ്തു. റായ്ബറേലിയിൽ നിന്നും 3 തവണ ജയിച്ചു. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. റായ്ബറേലിയിലെ ആദ്യത്തെ കോൺഗ്രസ് MP ആണ്. അങ്ങനെയാണ് ഇത് അവരുടെ പോക്കറ്റ് മണ്ഡലമാകുന്നത്. നമ്മൾ ആ ചരിത്രം പറയില്ല, ഇന്ദിര മുതലുള്ള ചരിത്രം പറയുള്ളൂ. ആദ്യം MP ആയിരുന്നപ്പോൾ ഏറ്റവും പുറകിലാണ് ഇയാൾ ഇരുന്നുകൊണ്ടിരുന്നത് ലോക്സഭയിൽ. ആദ്യത്തെ സ്പീച്ച് 1955 ഡിസംബർ 6. ഇയാൾ പക്ഷെ ഭയങ്കര പാർലമെൻറ്റേറിയൻ ആവുക മാത്രമല്ല,
നെഹ്റുവിനെ പല വിമർശിക്കുമായിരുന്നു. ഘട്ടത്തിലും വിമർശിക്കുകയും ബുദ്ധിമുട്ടിലാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. 2 ഉദാഹരണങ്ങൾ. രാമകൃഷ്ണ ഡാൽമിക്ക് ഭാരത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനിയുണ്ട്, സ്വകാര്യ കമ്പനികൾ ഉണ്ടല്ലോ. അപ്പോൾ അത് കുറേ തട്ടിപ്പുകൾ, ആ ഇൻഷുറൻസ് കമ്പനി തട്ടിപ്പുകൾ നടത്തിയെന്ന് പറഞ്ഞിട്ട് അന്ന് ഇന്ത്യയിൽ വലിയ പണക്കാരനായിരുന്ന ഡാൽമിയെ 2 വർഷം ജയിൽ ശിക്ഷ മേടിച്ചു കൊടുത്തു ഇയാൾ. അത് കഴിഞ്ഞ് ധനമന്ത്രിയായിരുന്ന ടി കൃഷ്ണമാചാരി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഹരിദാസ് മുന്ദ്ര കുംഭകോണം എന്നറിയപ്പെടുന്ന കുംഭകോണം, ആദ്യത്തെ കുംഭകോണങ്ങളിലൊന്ന് സ്വതന്ത്ര ഇന്ത്യയിൽ. ഹരിദാസ് മുന്ദ്ര എന്ന് പറഞ്ഞ കച്ചവടക്കാരൻ പറഞ്ഞിട്ട് LIC 6 സ്വകാര്യ, അതായത് പൊളിഞ്ഞ കമ്പനികളിൽ മുന്ദ്രയ്ക്ക് ബന്ധമുള്ള നിക്ഷേപം നടത്തി. അത് പുറത്തു കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. പാർലമെന്റിൽ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കോൺഗ്രസിനെയും നെഹ്റുവിനെയും വിമർശിക്കുക എന്നുള്ളതായിരുന്നു ഫിറോസിന്റെ ജോലി. എന്നിട്ട് ടി കൃഷ്ണമാചാരിക്ക് ധനമന്ത്രി സ്ഥാനം നഷ്ടമായി, രാജിവെക്കേണ്ടി വന്നു. 6 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും നെഹ്റു അയാളെ ധനമന്ത്രി ആക്കി കൃഷ്ണമാചാരിയെ. MC ചഗ്ല കമ്മീഷൻ അന്വേഷിച്ച് റിപ്പോർട്ടൊക്കെ കൊടുത്ത് ഇയാൾ പറഞ്ഞത്, ഫിറോസ് ഗണ്ഡി പറഞ്ഞത് ശരിയാണ് എന്ന് അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അങ്ങനെയാണ് രാജിവെച്ചത്. ഈ ടി കൃഷ്ണമാചാരി ഒരു ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞിരുന്നു അന്ന്. ഈ ഓഹരി വിപണി ഊർജ്ജസ്വലമാക്കാൻ വേണ്ടിയിട്ടാണ് LIC ഇങ്ങനെ നിക്ഷേപിച്ചതെന്ന് പറഞ്ഞിരുന്നു. ഫിറോസ് ഗണ്ഡി അത് പൊളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓഹരി വിപണിക്ക് അവധിയായിരുന്ന ദിവസമാണ് ഈ നിക്ഷേപം LIC നടത്തിയത് എന്ന് അത് നന്നായിട്ട് അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ മുകളിൽ. അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഒരു തുടക്കക്കാരനൊക്കെയാണ് ഇയാളാണ്. ഈ പാർലമെൻറ്റ് നടപടികൾ റിപ്പോർട്ട് ചെയ്യുന്ന പത്രപ്രവർത്തകരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് പബ്ലിക്കേഷൻ ബിൽ പാസ്സാക്കിച്ചത് ഫിറോസ് ഗണ്ഡിയാണ്. അത് ഇന്ദിരാഗാന്ധി, ഫിറോസ് ഗണ്ഡിയുടെ ഭാര്യ, അടിയന്തരാവസ്ഥ കാലത്ത് അത് നീക്കി. പത്രപ്രവർത്തകർക്കുള്ള പ്രൊട്ടക്ഷൻ ഇത്. ഡൽഹിയിൽ ഇയാൾ ചെന്നപ്പോഴും നെഹ്റു കുടുംബത്തിൽ താമസിച്ചില്ല. MP ക്വാർട്ടേഴ്സിൽ താമസിച്ചിട്ട് പ്രാതൽ കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് പോകും, നെഹ്റുവിൻ്റെ വീട്ടിൽ പോകും. നെഹ്റുവിൻ്റെ വീട്ടിൽ മക്കളുമായിട്ടൊക്കെ ക്ലോസ് ആയിരുന്നു. ലക്നൗവിലൊരു മുസ്ലിം സുന്ദരിയെ, വീണ്ടും ഒരു മുസ്ലിം കഥാപാത്രം വരുന്നു, സുന്ദരിയെ വിവാഹം ചെയ്യണമെന്ന് അയാൾക്കുണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇയാൾ ഡിവോഴ്സ് ചോദിച്ചപ്പോൾ നെഹ്റു നിരസിച്ചു. അങ്ങനെയാണ് ഗോയങ്കയോട് പറഞ്ഞ് ആ ജോലി. പക്ഷേ ആ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ കൊടുത്ത് ജനറൽ മാനേജർ ജോലി രായ്ക്ക് രാമാനം പോയി. എപ്പോ ആ മുന്ദ്ര കുംഭകോണം കൊണ്ടുവന്നല്ലോ പാർലമെന്റിൽ. അപ്പോൾ ഗോയങ്കയോട് നെഹ്റു പറഞ്ഞിട്ട് തട്ടിക്കളഞ്ഞു. ജോലിയും പോയി, കാറും പോയി. എങ്ങനെയാണ് മരിച്ചത്? മരിച്ചത് മറ്റേ അസുഖം വന്നിട്ടൊക്കെ തന്നെയാണ്, സ്വാഭാവിക മരണമാണ്. ആരോഗ്യമൊന്നും മര്യാദയ്ക്ക് നോക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഫിറോസിൻ്റെ ചരമദിനത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തു. ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആ പാഴ്സി ശ്മശാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിലേക്ക് ഒരു മനുഷ്യൻ പോലെ പോയിട്ടില്ല, അവിടെ ഒരു പൂ പോലും വെക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നുള്ളത്. കോൺഗ്രസ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേരാണ് ഫിറോസ്. മാത്രമല്ല, അന്നാ മറ്റേ ശവദാഹം നടത്തുമ്പോഴും ഹിന്ദു ആചാരപ്രകാരമാണ് നടത്തിയത്. പിന്നെ ഒരു പാഴ്സി പുരോഹിതൻ വന്നിട്ട് കൂടി വെച്ചിട്ട്, അല്ല മറ്റേ ഒരു പാഴ്സി പുരോഹിതൻ വന്നു, ഇവരുടെ വെച്ചും ചെയ്യണമെന്ന് അവരുടെ കുടുംബക്കാർ പറയുമല്ലോ. അപ്പോൾ ആ കുട്ടികളെയും കൂടി നിർത്തിയിട്ട് പാഴ്സി പുരോഹിതൻ വന്നിട്ട് ഒരു ചെറിയ അവരുടെ ചടങ്ങ് നടത്തി. അപ്പോൾ ഈ ചിതാഭസ്മമായിരിക്കും ഖബറിൽ കുഴിച്ചിട്ട്. അത് തന്നെ, അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് ചെയ്തത്. ഏതായാലും ഫിറോസ് ഗാന്ധിയെക്കുറിച്ച് അല്ലെങ്കിൽ ഫിറോസ് ഗണ്ഡിയെക്കുറിച്ച് അങ്ങനെയൊന്നും അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാ. അതിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ വെളിച്ചം വീശലാണ് നമ്മൾ ഇന്നത്തെ. പറയാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ടാവും, പക്ഷെ നമ്മൾ കച്ചിക്കുറുക്കി പറഞ്ഞതാണ്. കഥയും മമ്മയുടെ ഈ എപ്പിസോഡ് ഫിറോസ് ഗണ്ഡിയാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.